നമസ്കാരം. വീട്ടിൽ ലഹരി പാർട്ടികൾ നടത്തുന്നുവെന്ന ഗായിക സുചിത്രയുടെ ആരോപണത്തിനെതിരെ നടി റിമ കല്ലിങ്കൽ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും നടി റിമ കല്ലിങ്കൽ വ്യക്തമാക്കി. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത്. ലഹരി പാർട്ടി നടത്തിയിട്ടില്ലെന്നും അതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടില്ലെന്നും റിമ വ്യക്തമാക്കി. വർഷങ്ങളായി നിങ്ങളിൽ പലരും WCCക്കും അതിന്റെ ലക്ഷ്യത്തിനുമൊപ്പം നിൽക്കുന്നതായും അവർ പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലാണ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിമ കല്ലിങ്കൽ അറിയിച്ചത്. റിമ കല്ലിങ്കലിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: വർഷങ്ങളായി നിങ്ങളിൽ പലരും WCCക്കും അതിൻ്റെ ലക്ഷ്യത്തിനുമൊപ്പം നിൽക്കുന്നുണ്ട്. ഈ പിന്തുണയും വിശ്വാസവുമാണ് ഇപ്പോൾ നിങ്ങൾക്കായി ഇതെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തമിഴ് ഗായിക സുചിത്ര നടത്തിയ പ്രസ്താവനകൾ കഴിഞ്ഞ 2 ദിവസമായി നിരവധി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 30 മിനിറ്റ് നീണ്ട അഭിമുഖത്തിൽ 2017 ലൈംഗിക അതിക്രമത്തെ അതിജീവിച്ചയാളെ പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കുക മാത്രമല്ല, ഇത്തരമൊരു ആക്രമണം തൻ്റെ നേരെ ഉണ്ടാകുമെന്ന് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായിയും മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് ഹേമ കമ്മിറ്റിയിലൂടെ ഫഹദിനെ പോലെയുള്ള നടന്മാരുടെ കരിയർ നശിപ്പിക്കാനായി ഗൂഢാലോചന നടത്തിയെന്നും അവർ ആരോപിക്കുന്നു. ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഉദ്ദേശശുദ്ധിയെ അധിക്ഷേപിക്കുന്നവരെ ചോദ്യം ചെയ്യുക തന്നെ വേണം. ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ മുഖ്യധാര മാധ്യമങ്ങളുടെ വാർത്തകളിൽ ഇടം പിടിച്ചില്ലെങ്കിലും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് അവർ ഏതോ ഒരു മാധ്യമത്തിൽ വായിച്ചുവെന്ന അവരുടെ അടിസ്ഥാനരഹിതമായ പ്രസ്താവന വാർത്താ പ്രാധാന്യം നേടി. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് ഞാനിപ്പോൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അടിസ്ഥാനരഹിതമായ പ്രസ്താവനയ്ക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു. ഈ വ്യക്തി അധിക്ഷേപം ചൂണ്ടിക്കാട്ടി ഞാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ തന്ന പിന്തുണയ്ക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും നന്ദി. നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നുമാണ് കുറിപ്പ്. അതേസമയം കൊച്ചിയുടെ നടിയുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നും അത്തരം പാർട്ടികളിൽ പെൺകുട്ടികളും യുവാക്കളും ഉൾപ്പെടെ പങ്കെടുത്തുവെന്നതായിരുന്നു താരത്തിന്റെ ആരോപണം. SS മ്യൂസിക്കിന്റെ ഒരു ചർച്ചയ്ക്കിടയിലായിരുന്നു ഗായിക സുചിത്ര റിമ കല്ലിങ്കലിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. എന്നാണ് ഈ പ്രതികരണം നടത്തിയതെന്ന് വ്യക്തമല്ല. മട്ടാഞ്ചേരി മാഫിയ എന്നൊരു വിഭാഗം സിനിമയിലുണ്ടെന്നും അവർ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നുവെന്നുമുള്ള ആരോപണം മലയാള സിനിമ അന്തരീക്ഷത്തിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇത് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ വ്യക്തത വരുന്ന തരത്തിൽ ആരിലേക്കെങ്കിലും വിരൽ ചൂണ്ടുന്ന തരത്തിലായിരുന്നില്ല ആ റിപ്പോർട്ട്. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഹേമ കമ്മിറ്റിക്ക് മൊഴി കിട്ടിയിരുന്നുവെന്നാണ് സൂചന. ഇതിനിടയിലായിരുന്നു ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലുകളും ചർച്ചകളിലെത്തിയത്. ഇതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. റിമയുടെ കരിയറിനെ ഇത്തരം പാർട്ടികൾ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു. ഒരു പാർട്ടിയിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ അവിടെ ഉപയോഗിച്ചിരുന്നുവെന്നാണ് തന്റെ അറിവെന്നും ഗായിക പറഞ്ഞു. ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്ന പാർട്ടികൾ നടത്തിയ റിമ വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആരും ചോദ്യം ചെയ്യുന്നില്ലെന്നും വനിതാ ശാക്തീകരണം റിമ സ്വയം തീരുമാനിച്ച് ആരംഭിച്ചതാണോ എന്നും അവർ ചോദിച്ചിരുന്നു. റിമയുടെ വീട്ടിലെ പാർട്ടിയിൽ എത്രയെത്ര പെൺകുട്ടികൾ പങ്കെടുത്തുവെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന ഗായിക തനിക്ക് ആദ്യം ഇത്തരം കാര്യങ്ങൾ റിമയെക്കുറിച്ച് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും പറയുന്നുണ്ട്. റിമയുടെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുത്ത ചില മലയാളം ഗായകർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ അലോസരപ്പെടുത്തുന്നതാണെന്ന് തന്നോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു. ഹേമ കമ്മിറ്റിയിൽ അമ്മയും ഫെഫ്കയും വിമർശന മുന്നിൽ നിർത്തിയത് റിമയുടെ ഭർത്താവായ ആഷിക് അബുവാണ്. അതുകൊണ്ടുകൂടി ഈ പ്രതികരണം ഏറെ ചർച്ചയായിരുന്നു. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ ഭാഷയിലായിരുന്നു നടിക്കെതിരെ കമന്റുകളും പ്രതിഷേധവും ഉയർന്നത്. ഇത്രയും പരസ്യമായി ഒരാൾ നടിയെക്കുറിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ വിഷയത്തിൽ നടപടിയെടുക്കാൻ തയ്യാറാകാതിരുന്നതെന്നും ചോദ്യം ഉയരുന്നുണ്ട്. റിമ ഇത്തരം പാർട്ടികൾ നടത്തിയ എന്ന തരത്തിൽ ആരോപണങ്ങളോ പരാതിയോ ഇതുവരെ പോലീസിനോ അന്വേഷണ സംഘത്തിനോ ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സുചിത്രയിൽ നിന്നും മൊഴിയെടുക്കുമോ എന്നതും നിർണായകമാണ്.